അള്ളാഹുവിൻ്റെ ഈ ദീൻ അവർ കൃത്യവും വ്യക്തവുമായി നമുക്ക് എത്തിച്ചു തന്നു. എങ്ങനെ എത്തിച്ചു തരാതിരിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു ദിവസം സഹാബിമാർ പറയുകയാണ്, വഅദനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇദതൻ ബലീഗ. ഇതാ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു ഉപദേശം നൽകുകയുണ്ടായി. ഒരു ദിവസം നമ്മൾക്ക് ഒരു ഉപദേശം നൽകുകയുണ്ടായി. എന്താണ് സഹോദരങ്ങളെ ആ ഉപദേശത്തിൻ്റെ പ്രത്യേകത? വജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയം കിടുകിടാ വിറക്കാൻ തുടങ്ങി. വദറഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണുകൾ ഈറനണയാൻ തുടങ്ങി. കണ്ണിൽ നിന്നിതാ തുടരെ കണ്ണുനീർ വരാൻ തുടങ്ങി. സഹാബിമാർ പറഞ്ഞു, റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫൗസിനാ, റസൂലേ ഇത് വിടവാങ്ങി പോകുന്ന ഒരാളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരാളുടെ പ്രസംഗം പോലെ ഉണ്ടല്ലോ. ഫൗസിനാ, റസൂലേ നമുക്ക് ഉപദേശം നൽകിയാലും, റസൂലെ അങ്ങേ നമുക്ക് ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, അലൈക്കും ബിസംഇ വത്വാഅ, നിങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കണം. അത് പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്ക് സഹോദരങ്ങളെ കേൾക്കുക. ഇതെൻ്റെ വാക്കല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണ്. എന്താണത്? ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, ആരാണ് എൻ്റെ മരണശേഷം ജീവിക്കുന്നത് അവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണ്. ചിലരെങ്കിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, ഇതാ മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പാണ്, എപ്പോഴും അഭിപ്രായ ഭിന്നതയാണ് എന്നൊക്കെ പറയുന്നതായി കാണാം. അങ്ങനെ ഉണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണത്. അത് സംഭവിക്കും, അത് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗം. ഈ രോഗം മാത്രം പറഞ്ഞുകൊണ്ട് റസൂൽ അവിടുന്ന് നിർത്തിയില്ല. അവിടുന്ന് തുടർന്ന് പറയുകയാണ് അലൈക്കും ബി സുന്നത്തി, ഈ രോഗം പടർന്നു പിടിച്ചാൽ അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അതുപോലെ തന്നെ എനിക്ക് ശേഷം വന്ന 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, അല്ലു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങളത് നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. നോക്കൂ സഹോദരങ്ങളെ ആ പ്രയോഗം, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, ആ സഹാബിമാർ നമുക്ക് എത്തിച്ചു തന്ന ഈ ദീൻ, അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും വ്യതിചലിക്കാൻ സാധിക്കുകയില്ല. അവരുടെ മാർഗത്തിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ